ബാറുകൾ ഇന്നു മുതൽ രാത്രി 12 മണിവരെ, 11 മുതൽ 11 മണിവരെ എന്ന സമയക്രമമാണ് സർക്കാർ 2 മണിക്കൂർ നീട്ടിയിരിക്കുന്നത്. രാവിലെ 10 മണി മുതൽ രാത്രി 12 മണിവരെ ബാറുകൾ പ്രവർത്തിക്കും. കാലങ്ങളായി ബാർ ഉടമകൾ ഉന്നയിക്കുന്ന ആവശ്യം തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് യാഥാർത്ഥ്യമാക്കിയതിന്റെ ലക്ഷ്യമെന്ത്? തെരഞ്ഞെടുപ്പിടിയിലെന്ന സംശയമാണ് KCBC ഉയർത്തുന്നത്. ബാർ മുതലാളിമാർക്കൊപ്പമാണ് സർക്കാരെന്നും ഇപ്പോൾ തീരുമാനം പ്രഖ്യാപിച്ചത് സംശയകരമെന്നും ഓർത്തഡോക്സ് സഭ പ്രതികരിച്ചു. വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ സംസ്കാരത്തെയും ഒരു തലമുറയെയും വിറ്റിട്ട് ഖജനാവ് വീർപ്പിക്കുക എന്ന് പറയുന്നത് കേരളത്തിന് അപമാനകരമാണ്, ലജ്ജാകരമാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു തലമുറയെ ഇല്ലാതാക്കുകയാണ്, കേരളത്തിൻ്റെ തനതായ സംസ്കാരത്തെ ഇല്ലാതാക്കുകയാണ്. വിമർശനവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. ഇവരുടെ മദ്യനയം ജനങ്ങളെ കബളിപ്പിക്കലാണെന്നും ആർക്ക് വേണ്ടിയാണെന്നും ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പ്രതിപക്ഷത്തിന്റെ തലയിൽ ഇത് കെട്ടിവെക്കേണ്ട, ഭരണകക്ഷിക്ക് തന്നെയാണ്, മന്ത്രിക്ക് തന്നെയാണ് ഇതിന്റെ ഉത്തരവാദിത്വം. പ്രതിപക്ഷത്തെ പഴിയാരി രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിയില്ല. പ്രതിപക്ഷത്തിന് ഇതിൽ യാതൊരു അറിവുമില്ല, യാതൊരു പിന്തുണയും ഇക്കാര്യത്തിലില്ല. പ്രതിപക്ഷത്തിനെല്ലാം നേരത്തെ അറിയാമായിരുന്നുവെന്നും സമയം നീട്ടുന്നതിനോട് അവർക്ക് അനുകൂല നിലപാടായിരുന്നു എന്നുമാണ് എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ പ്രതികരണം. ഫയല് നടപടിക്രമങ്ങൾ പാലിച്ച് യഥാർത്ഥത്തിൽ വൈകുകയാണ് ചെയ്തത്, വേഗത്തിലല്ല നീങ്ങിയത്. കുറച്ച് കൂടുതൽ കാലതാമസം ഉണ്ടാവുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഒക്ടോബറിൽ തീരുമാനമുണ്ടാകുമായിരുന്നു. പ്രതിപക്ഷത്തിനും ഇതറിയാമായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഇക്കാര്യത്തിൽ അനുകൂല നിലപാടാണ് എന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. മാന്യത എല്ലാവരും പുലർത്തുന്നത് നല്ലതാണ്. അലക്സ് മുഹമ്മദ് ഇപ്പോൾ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, പ്രതിപക്ഷത്തിന് എക്സൈസ് മന്ത്രിയുടെ മറുപടിയുണ്ട്. അത് കേൾക്കുമ്പോൾ ഈ പ്രതിപക്ഷ സമ്മതത്തിന്റെ കാര്യം അദ്ദേഹം ഇടയ്ക്ക് വെച്ച് നിർത്തുകയാണ്. പക്ഷേ അവരുടെ പ്രതികരണം അങ്ങനെയല്ലല്ലോ വരുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത് വീണ്ടും ചർച്ചയാവുകയാണല്ലോ ബാർ വിഷയം. അലക്സ്, ഉന്മേഷ, തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പുതിയ മദ്യനയം, അതായത് ബാറിന്റെ പ്രവൃത്തി സമയം, സംസ്ഥാനത്തെ പ്രവൃത്തി സമയം വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം സംസ്ഥാന സർക്കാരിനെതിരെ ഒരു ആയുധമായി മാറുകയാണെന്ന് ഈ ഘട്ടത്തിൽ പറയാം. ഇന്നു മുതൽ ബാറുകളുടെ പ്രവൃത്തി സമയം 2 മണിക്കൂർ, അതായത് ദിനംപ്രതിയുള്ള പ്രവൃത്തി സമയം 2 മണിക്കൂർ വർദ്ധിക്കുകയാണ്. നേരത്തെ 11 മുതൽ രാത്രി 11 വരെ ആയിരുന്നു സമയം എന്നുള്ളത്, അത് മാറുന്നു. രാവിലെ 10 മുതൽ രാത്രി 12 മണി വരെ സമയം ദീർഘിപ്പിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു. ഇന്നു മുതൽ അത് പ്രാബല്യത്തിലാവുകയുമാണ്. പ്രതിപക്ഷവും അതുപോലെ ക്രൈസ്തവ സംഘടനകൾ, പ്രത്യേകിച്ച് കത്തോലിക്ക ഓർത്തഡോക്സ് സഭകൾ ഇതിനെതിരെ നിശ്ചിത വിമർശനവുമായി രംഗത്തെത്തി. ഇതിൽ ക്രൈസ്തവ സംഘടനകൾ പറയുന്നു, ഓർത്തഡോക്സ് അടക്കമുള്ള വിഭാഗങ്ങൾ, ക്രൈസ്തവ വിഭാഗങ്ങൾ പറയുന്നത് സംസ്ഥാനത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള ശ്രമമാണ്, ഒരു തലമുറയെ നശിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ്, ബാർ മുതലാളിമാരിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പണം പിരിക്കുന്നതിനുള്ള ഏർപ്പാടാണെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു. അങ്ങനെ ശക്തമായ ഈ ആരോപണങ്ങൾ വന്നതിന് തൊട്ടു പിന്നാലെയാണ് എക്സൈസ് വകുപ്പ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകുന്നത്. അദ്ദേഹം ഈ നടപടിയെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഉന്മേഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നടപടിയിൽ സംസ്ഥാന സർക്കാരിനുണ്ടായ തിടുക്കമാണ്. സംസ്ഥാന സർക്കാർ ഈ വിഷയം മന്ത്രിസഭ പരിഗണനയ്ക്ക് വരികയോ ഇത് LDF-ൽ ചർച്ച ചെയ്യുകയോ ചെയ്യാതെ തന്നെ ഈ വിഷയം നടപ്പാക്കി എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഈ ഘട്ടത്തിൽ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. പക്ഷേ അങ്ങനെയല്ല, അത് കാലതാമസം, അതിന് നീണ്ട സമയം കാലതാമസം ഉണ്ടായിരുന്നു, ഒരു തിടുക്കവും കാട്ടിയില്ല എന്നാണ് എക്സൈസ് മന്ത്രി പറയുന്നത്. പക്ഷേ സെപ്റ്റംബർ മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ആവശ്യം സംസ്ഥാനത്തെ ബാർ മുതലാളിമാർ മുന്നോട്ട് വയ്ക്കുന്നു. ഒക്ടോബർ മാസത്തിൽ ഈ ഫയൽ തുറപ്പിക്കുന്നു. ഇക്കഴിഞ്ഞ ജനുവരി 28 മുഖ്യമന്ത്രി ഇതിൽ അംഗീകാരം നൽകുന്നു. അതാണ് അതിൻ്റെ ഫയൽ നീക്കം വ്യക്തമാക്കുന്നത് തന്നെ. പക്ഷേ എക്സൈസ് മന്ത്രി ഇത് നിരാകരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് അങ്ങനെ തിടുക്കം കാട്ടിയിരുന്നെങ്കിൽ ഒക്ടോബർ മാസത്തിൽ തന്നെ ഇതിന് അംഗീകാരം നൽകേണ്ടി വരുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് കാലതാമസം എടുത്തു. അത് മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ സമ്മേളന വേളയിൽ ഇത് പ്രതിപക്ഷവുമായി ചർച്ച ചെയ്തിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ നിലപാടാണ്, അതായത് ഈ തീരുമാനത്തിന് അനുകൂലമായ നിലപാടാണ് ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. പക്ഷേ കൂടുതൽ പറയിപ്പിക്കരുത്, മാന്യത എല്ലാവർക്കും ബാധകമാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ ഭാഗമായി ഈ ചർച്ചയിൽ, അത്തരം സർക്കാരുമായി ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട ഇത്തരം ചർച്ചകൾ പങ്കെടുത്തത് ആരാണ്, ആ ചർച്ചകളിൽ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാട് എന്താണ് എന്നുള്ള കാര്യം പറയിപ്പിക്കരുതെന്നുള്ള ഒരു ഭീഷണി കൂടിയാണ്, ഒരു മുന്നറിയിപ്പ് കൂടിയാണ് എക്സൈസ് മന്ത്രി നൽകുന്നത്. എന്തായാലും സർക്കാർ പുലിവാല് പിടിച്ചിരിക്കുകയാണ്. ഇതൊന്നും തങ്ങളുടെ തലയിൽ കെട്ടിവെക്കേണ്ട, ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എക്സൈസ് വകുപ്പ് മന്ത്രിക്കാണെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു. അത്തരത്തിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുന്നു. സർക്കാരിനാണ് ഈ മദ്യനയം, പ്രത്യേകിച്ച് ഈ ബാറിന്റെ സമയം നീട്ടിയതുമായി ബന്ധപ്പെട്ട പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണെന്ന് പ്രതിപക്ഷം നിലപാടെടുക്കുന്നു. പക്ഷേ നേരത്തെ തന്നെ ഈ മൈസ് ടൂറിസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ചില ടൂറിസം മേഖലകൾ, പ്രത്യേകിച്ച് ഈ കോൺഫറൻസുകൾ അടക്കമുള്ള പരിപാടികൾ നടക്കുന്ന ചില ടൂറിസം മേഖലകളിൽ ഈ ബാറുകളുടെ പ്രവർത്തന സമയം രാത്രി 12 മണി വരെ ദീർഘിപ്പിച്ച് നൽകിയിരുന്നു.
ആ ദീർഘിപ്പിച്ച് നൽകിയതാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമാക്കുന്നത് എന്നുള്ളതാണ് ഈ വിമർശനത്തിനിടയാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബാർ മുതലാളിമാരിൽ നിന്നും പണപ്പിരിവ് നടത്താനെന്നുള്ള ആരോപണം നിലനിൽക്കുന്നു. സർക്കാർ അതിന് മറുപടി പറയേണ്ടി വരും അടുത്ത ദിവസങ്ങളിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.